4 കുട്ടികളുടെ മരണമുണ്ടായ പനയമ്പാടത്തെ ദേശീയപാതയിലെ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ സുരക്ഷാ ഓഡിറ്റിംഗ് ഇന്നാണ്. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് സംയുക്ത സംഘമാണ് ഇവിടെ പരിശോധന നടത്തുക. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഇന്ന് മരിച്ച 4 കുട്ടികളുടെയും വീടുകൾ സന്ദർശിക്കും. വിപിൻ സി വിജയൻ ചേരുന്നു വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന്. വിപിൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അപകടത്തിൻ്റെ ഓഡിറ്റിംഗ് നടക്കുമ്പോൾ കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിലും ഇതേ ഓഡിറ്റിംഗ് നടക്കണമെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. പറയൂ വിപിൻ. ഗുഡ് മോർണിംഗ് SKN. ഇന്നിപ്പോൾ 11:30 കൂടിയാണ് ഈ പനയമ്പാടം കേന്ദ്രീകരിച്ചുള്ള ഒരു സുരക്ഷാ ഓഡിറ്റിംഗ് നടക്കുക. അപ്പോൾ അതിൽ ജില്ലാ പോലീസ് മേധാവിയുണ്ട്, RTO ഉണ്ട്, ഒപ്പം തന്നെ ഈ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ, ഇങ്ങനെ ഒരു ടീമിനെയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. ഇവർ ഇവിടുത്തെ നാട്ടുകാരുമായി സംസാരിച്ച ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കും. ഈ ആക്ഷൻ പ്ലാൻ എത്രയും അടിയന്തരമായി നടപ്പാക്കുക, ഇത് ലക്ഷ്യമിട്ടാണ് എന്താണ് ഈ റോഡിലെ പ്രശ്നങ്ങൾ എന്ന് പഠിക്കുക എന്നുള്ളത് കൂടിയാണ്. പരിഹാര മാർഗങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് ലക്ഷ്യമിട്ടാണ് അടിയന്തരമായി ഇങ്ങനെ ഒരു സുരക്ഷാ ഓഡിറ്റിംഗ് ഇന്നിപ്പോൾ നടക്കുന്നത്. പക്ഷേ നാട്ടുകാർ ഇതിനോട് അത്ര രീതിക്കല്ല, അല്ലെങ്കിൽ അത്ര സ്വീകാര്യമായിട്ടല്ല അതിനോട് പ്രതികരിക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ ഇന്നലത്തെ ഈ യോഗത്തിന് ശേഷവും ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന്, ഇതിൻ്റെ വേഗത നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസിനെ നിർത്തുക, ഒപ്പം തന്നെ ഇനിയിപ്പോൾ ഇത് മിനുസപ്പെടുത്തുന്നതിന് വേണ്ടി NHA ഏൽപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന് മുൻപ് തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതൊന്നും തന്നെ ഒരു ഫലപ്രദമായിട്ടുള്ള കാര്യത്തിലേക്ക് പോവില്ല. എത്ര ദിവസം ഇവിടെ പോലീസുകാർ വന്ന് ഈ വേഗത നിയന്ത്രിക്കുന്നതിന് വേണ്ടി കാവൽ നിൽക്കും? അല്ലെങ്കിൽ ഈ മിനുസം ഉള്ളത് കഴിഞ്ഞ 8 മാസം മുൻപ് ചെയ്തതാണ്. അത് 6 മാസം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അത് മാഞ്ഞുപോയി. പിന്നീട് അത് പരിപാലിക്കുന്നതിനുള്ള ഒരു നടപടിയും ഉണ്ടായില്ല. ഈ 12 ജീവനുകളൊക്കെ കവർന്ന ഒരു സമയത്തും എന്തുകൊണ്ട് അന്നൊരു യോഗം നടത്തുകയോ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുകയോ ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇന്ന് യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഈ റോഡ് ഉപരോധിക്കുന്നുണ്ട്. ഒരു 10 മണിയോട് കൂടി യൂത്ത് ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഉപരോധിക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജനങ്ങളുടെ കൂടി ഒരു തീരുമാനമെടുത്തതിന് ശേഷം, അത്തരമൊരു ആക്ഷൻ പ്ലാൻ എടുത്തതിന് ശേഷം ഓരോ ദിവസവും അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്തു പോവുക എന്നുള്ളതായിരുന്നു ഇന്നലത്തെ യോഗത്തിൻ്റെ തീരുമാനം. ഇന്ന് അതിൻ്റെ പ്രാഥമിക പരിശോധനയാണ് നടക്കുന്നത്. അതേ സമയത്ത് തന്നെ ഗതാഗത മന്ത്രി ഈ 4 കുട്ടികളുടെ മരിച്ച 4 കുട്ടികളുടെയും വീട് സന്ദർശിക്കുന്നുണ്ട്. അത് ഇവിടുന്ന് തൊട്ടടുത്താണ്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഇങ്ങനെ ഒരു സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തുമ്പോൾ അതിൻ്റെ കൂടി ഭാഗമാകും ഗതാഗത മന്ത്രി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കരുതുന്നത്. അപ്പോൾ NHAയുടെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുക, ഒപ്പം തന്നെ ഈ നമ്മൾ ഈ കാണുന്ന റോഡുണ്ടല്ലോ, ഈ റോഡിലാണ് അപകടം നടന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ വളവ് നിവർത്തുന്നതിനുള്ള നടപടികൾ ഒരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ അതിന് കാണുക, ഒപ്പം തന്നെ ഇതിൻ്റെ മിനുസം ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. അങ്ങനെ അശാസ്ത്രീയമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും മാറ്റുക എന്നുള്ളതാണ് നിലവിൽ ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ ഇതിന് നടപ്പാതയ്ക്ക് തന്നെ കൈവരികളൊന്നുമില്ല, അതുകൂടി റെഡിയാക്കണമെന്നുള്ള ആവശ്യം ജനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നു. അതിന് ആദ്യപടിയായിട്ടാണ് ഇന്ന് സുരക്ഷാ ഓഡിറ്റിംഗ് ഈ പ്രദേശത്ത് നടക്കുന്നത്. താങ്ക് യു. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.